പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ വീണ്ടും പ്രശംസിച്ച കോൺഗ്രസ് എം പി ഡോക്ടർ ശശി തരൂർ ഗോയങ്ക പ്രസംഗ പരമ്പരയിലെ മോദിയുടെ പ്രഭാഷണം മികച്ചതെന്നും ദേശീയതയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പിന്തുണ അഭിനന്ദനാർഹമെന്നും സമൂഹ മാധ്യമത്തിൽ തരൂർ കുറിച്ചു. നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന സമീപനം ശശി തരൂർ തുടരുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ അഭിപ്രായ പ്രകടനമെന്നാണ് വിലയിരുത്തൽ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, കഴിഞ്ഞ കുറച്ച് നാളുകളായി ശശി തരൂർ മോദിയെ പ്രശംസിക്കുന്നത് തുടരുകയാണ്. അതിലൊരു പുതുമയില്ല. കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യക്ഷത്തിൽ പ്രകടമായിട്ടുള്ള താക്കീതൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കോൺഗ്രസ് നേതൃത്വം പൊതുവെ അസംതൃപ്തിയിലാണ്. ഇപ്പോഴിതാ വീണ്ടും പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തെ പ്രശംസിച്ചിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ. എന്താണ് വിശദാംശങ്ങൾ? അൽനമ്പർ, കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കുന്നതാണ് എം പി ശശി തരൂരിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി പ്രധാനമന്ത്രിയുടെ നിലപാടുകളെയും പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളെയും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെയും എല്ലാം തന്നെയും വാനോളം പ്രശംസിച്ചുകൊണ്ടാണ് ശശി തരൂർ എം പി മാധ്യമങ്ങൾക്ക് മുൻപിൽ പരസ്യ പ്രതികരണവും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയുമുള്ള കുറിപ്പുകളിലൂടെ വ്യക്തമാക്കുന്നത്. ഏറ്റവും ഒടുവിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രാംനാഥ് കോയങ്കയുടെ അനുസ്മരണ ചടങ്ങിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസംഗത്തെയാണ് ശശി തരൂർ എം പി പ്രശംസിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി ദേശീയ ഐക്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം പ്രശംസനീയമാണ്. കൂടാതെ വികസനത്തിന് വേണ്ടിയുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടുകൾ രാജ്യം മുഴുവൻ ഒരുമിച്ച് നിന്ന് മുൻപോട്ട് പോകേണ്ടതാണ് തുടങ്ങി പ്രധാനമന്ത്രിയെയും അത്രയധികം പ്രശംസിച്ചുകൊണ്ട്, നേരെ മറിച്ച് കോൺഗ്രസ് പ്രധാനമന്ത്രിയുടെ നിലപാടുകളെയും ഇത്തരത്തിലുള്ള പ്രസംഗത്തെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും എല്ലാം വിമർശിക്കാനും താഴ്ത്തിക്കെട്ടാനും ശ്രമിക്കുമ്പോഴാണ് അതേ കോൺഗ്രസിൽ നിന്നുള്ള പ്രമുഖനായിട്ടുള്ള നേതാവും മുതിർന്ന നേതാവും എം പിയുമായിട്ടുള്ള ശശി തരൂർ എം പി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാതൃകയാക്കേണ്ടതാണ് എന്നും സമൂഹ മാധ്യമത്തിൽ കുറിച്ചിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ശശി തരൂരിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ തീർത്തും വെട്ടിലാക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ശശി തരൂരിൻ്റെ ഇത്തരം പ്രതികരണങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല, അതിനെ പ്രതികരിച്ച് കൂടുതൽ വഷളാക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടെങ്കിൽ ശശി തരൂർ ഇത്തരം പ്രസ്താവനകൾ തുടർന്നതോടുകൂടി സോണിയ ഉൾപ്പെടെയുള്ള ദേശീയ നേതൃത്വത്തിന് ശശി തരൂരിനോട് കടുത്ത അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു നേരിട്ട് താക്കീത് നൽകാനോ അച്ചടക്ക നടപടി സ്വീകരിക്കാനോ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ഇതുവരെ തയ്യാറായിട്ടില്ല. അതായത് കഴിച്ചിട്ട് ഇറക്കാനും മധുരിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥയിലാണ് ശശി തരൂർ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ്. കാരണം തിരുവനന്തപുരത്തു നിന്നുള്ള എം പി, പാർട്ടിയുടെ മുതിർന്ന നേതാവ് അത്തരത്തിലുള്ള പ്രധാനമന്ത്രിയെ തുടർച്ചയായി പ്രശംസിക്കുന്നത് നേതൃത്വത്തെ തീർച്ചയായും വെട്ടിലാക്കിയിട്ടുണ്ട്. മുൻപ് പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ ശശി തരൂർ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചില മുതിർന്ന നേതാക്കൾ തരൂരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. അത് സോണിയ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൻ്റെ അറിവോടുകൂടിയായിരുന്നു തരൂരിനെതിരെയുള്ള പ്രതികരണം എന്നായിരുന്നു മനസ്സിലാക്കേണ്ടത്. അനിൽ നമ്പ്യാർ. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തെ പ്രശംസിച്ച ഡോക്ടർ ശശി തരൂർ എം പി വീണ്ടും ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.